ഗൈസ്. കുറേ നാളായി വീഡിയോ, ഒരു മാസത്തിന് കൂടുതലായി വീഡിയോ എടുക്കാൻ. കുറച്ച് 5 മണിക്ക് പോകാൻ പ്ലാനായിരുന്നു പാരിസിനെ വെയിറ്റ് ആക്കുന്നുള്ളത്. ഇപ്പോൾ മഴ കുറച്ചൊന്ന് കുറഞ്ഞു, നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ റെഡിയല്ല എന്നിട്ട് വന്ന് നമ്മളെ സ്പോട്ടിലൊക്കെ എത്തിട്ട് കുറച്ച് ലൈറ്റായി പോയിട്ടുണ്ട്. സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. 500 മീറ്ററിലാണ് നമ്മളെ സ്പോട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. ഫുൾ ഓഫ് റോഡാണ്. ഈ ഓഫ് റോഡൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമ്മളെ മെയിൻ സ്പോട്ടിലേക്ക് എത്തണത്. ഇന്നലെ രാത്രിയും ഫുള്ള് മഴയായിരുന്നു. ഇവിടെ ഫുള്ള് കുണ്ടുണ്ട് ഗൈസ്. ഇത് വണ്ടിയിലിരിക്കാൻ പറ്റില്ല. അതെ, ഫാനൊന്നും ഇടാൻ ആവശ്യമില്ലല്ലേ? ഫാനൊന്നും വേണ്ട. ഫുള്ള് തണുപ്പ് തന്നെയാണ്. തണുപ്പ്. എന്ത് സ്ഥലമാണ് വണ്ടി കേട്ടുന്നുണ്ട്. റൂട്ട് കിട്ടുന്നില്ല ഗൈസ്. വീർത്തോൾ വന്ന് അവിടുന്ന് വന്നത്. അവിടുന്ന് ഇതിൻ്റെ മുകളിലൊക്കെ കയറുന്നു. പക്ഷെ റൂട്ട് കാണുന്നില്ല. വന്നിട്ടുണ്ടായില്ല ഇവിടെ. ഇത്ര മഞ്ഞുണ്ടായില്ല. പക്ഷെ ഇപ്പം നല്ല മഞ്ഞുണ്ട്. റൂട്ടേ കാണുന്നില്ല. സംസാരിക്കാൻ കഴിയുന്നില്ല. വെയിലത്ത് കള്ളും ഇടുന്നു. അതിൽ പാസ്സാവോ? ഇന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ കോട നോക്കും. കോട കയറുന്ന ഔട്ടിരിക്കുമല്ലേ. ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട് കോട. അപ്പോൾ ഇത് ചരിഞ്ഞ സ്ഥലമായതുകൊണ്ട് വണ്ടി ആ സൈഡ് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കല്ല് മാറ്റിയത്. ഇവിടെ മുമ്പ് കല്ലൊന്നും ഇല്ല. വില ഉരുണ്ടിട്ടൊന്ന് വന്നേ തോന്നുന്നു. അത് കുറേ കല്ലുണ്ട് അങ്ങോട്ട്. അങ്ങോട്ട് വെച്ചാൽ ആ സൈഡ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. പിന്നെ ടാസ്ക്കാണ് മൊത്തം. ടാസ്ക്കാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറണം. എൻ്റെ വിട്ടിട്ട് പോയി. അപ്പടുത്ത് മലന്ന് വീടത്തേക്ക് എത്തിയപ്പോൾ ഇനി ഇതൊരു മലൻ്റെ മുകളിൽ കയറാൻ സ്പോട്ടിലേക്ക് എത്തി. അതാണ് Oh my god, this is it. എത്തിയിട്ടുണ്ട്. നമ്മളെ ടെൻറ്റ് നമുക്ക് വീണ്ടും സെറ്റാക്കാനാണ് പ്ലാനുള്ളത്. ഇവിടെയാണ് നമ്മൾ ടെൻറ്റ് ഇടാനുള്ളത്. അപ്പോൾ അടിയിൽ ടാർപ്പളം കൂടി സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് വെള്ളമുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം കഴുകാനും അത് ഉപയോഗിക്കാം. നമ്മൾ വേറെ 2-3 ലൊക്കേഷൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ച് ലോങ് ആണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ടെൻറ്റ് അപ്പോൾ ഇവിടെ സെറ്റാക്കുന്ന പ്ലാനിങ്. അപ്പോൾ വണ്ടി സൈഡ് ജസ്റ്റ് ഒന്ന് പാർക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ സാധനം എല്ലാം മൊത്തം ഇറക്കാണ്ട് ഫുള്ള് ലോഡാണ്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടെൻറ്റ് പെട്ടെന്ന് സെറ്റാണ്. മഴ വരാൻ ചാൻസ് ഉണ്ട്. കായ്ക്കുന്നുണ്ട്. വിശക്കുന്നല്ലോ വിശക്കുന്നത്, അതുകൊണ്ട് കായ്ക്കുന്നുണ്ട്. ടെൻറ്റൊക്കെ സെറ്റാക്കിയിട്ടാണ് ബാക്കി ഫുഡ് ഉണ്ടാക്കുന്നത്. മഞ്ഞിനെല്ലാം കാറ്റ് കൊണ്ടേ. ഗോപുരമുള്ള ഗോപുര മാത്രമല്ല, കുറച്ച് എന്തൊരു മുട്ട എന്ത് തല വെച്ച് ഏത് നോക്കല്ലോ ടെക്നോളജി വെക്കാണ് സേഫ്റ്റി ആയിട്ട്. നമ്മ വരുന്ന അങ്ങനല്ലേ, വഴിപ്പുള്ളി കുലുക്കവും കൊണ്ട് ഇതല്ലേ ഓഫ് റോഡ് അല്ലേ. ഗോപുരണ്ട് ഇത്രയുള്ള ഗോപ്രോ അല്ല, സോറി, ഗോപ്രോ വെക്കണ തുണി എടുത്ത് ഇങ്ങനെ വെക്ക, ഇങ്ങനെ മടക്ക. ഇതെന്ത് മുട്ട പൊട്ടിയാ? ഏത് മുട്ട കൊണ്ടുവന്ന് നോക്കല്ലേ ഇത് ഗോപുരം ചെറിയ ഷൈക്ക് ഉണ്ട്. എന്നാലും മുട്ട സേഫായി കൊണ്ടുവന്ന് നല്ലൊരു ഐഡിയ ആണ്. നല്ല ഗോപ്രോന്റെ ബോക്സ് വെച്ച് അങ്ങനെ ഉപയോഗിക്കാം. പുതിയ കണ്ടുകൊടുത്തോ. വേറെ ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? വേറെ പിന്നെ എന്താ കാണിച്ചാൽ നിൽക്കുക, നമ്മൾ ഈ ബാഗില്ല, അതാ കോട്ടിൻ്റെ ഉള്ളിലാണ് ബാഗ് ഇട്ടിട്ടുള്ളത്. നമ്മളെ 100 രൂപയുടെ കോട്ടില്ലേ, അത് ഈ ബാഗിലൊന്ന് വൈകി. എന്തായാലും നമ്മൾ 100 രൂപയുടെ 2 കോട്ട് ഇട്ട് ബാഗിലൊന്ന് ഇട്ട് കൊടുത്ത് ബാഗ് ഫുള്ള് മഴ കൊള്ളാതെ. എന്നാലും ഇപ്പോൾ ഓപ്പൺ ആക്കുന്നില്ല, മഴ വരാൻ ചാൻസ്. അത് ടെൻറ്റ് ഫസ്റ്റ് സെറ്റാക്കാൻ പറ്റും. ഓടിക്കണം ഫുൾ ഭയമല്ല. എൻ്റെ മുകളിലേക്ക് തർപ്പ സെറ്റാക്കാം. ഇതിലിപ്പോൾ മഴ വരും. ഇവിടെ ഞമ്മളിപ്പോൾ ഇത്രയായിട്ട് തർപ്പകൾ ഇങ്ങനെ വരും ഉള്ളിലേക്ക്. നല്ല വെയിറ്റ്. ഹെൽമെറ്റ് എടുക്കട്ടാ. 2 തലയുണ്ട്, ജുംബു ജംബു. എന്താ ഇതെടുത്തോ, ഇത് കയ്യിൽ വെച്ചോ. ഇത് പിടി, സുന പിടിച്ചോ. സുണ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കിട്ടാക്കിയാ സുന കാണുമ്പോൾ സംഭവം മനസ്സിലായല്ല. ഇതല്ലേ 2 കൊമ്പുണ്ടാവും. അതുണ്ടാകും. ഫുഡ് വേണ്ടേ? സമയമല്ലോ 8 4 ഹലോ 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 ഹലോ. അപ്പോൾ ഓക്കെ, അപ്പം അത് സൈഡ് വെച്ചോ. അവിടെ വെക്കാനല്ല, വെച്ചോ. ഞാനും വെക്കണേ. മഴ വരുമ്പോൾ സംഭവം ഒന്ന് കവർ ആയിക്കോന്ന്. അത് ഓഫാക്ക്, ഇപ്പം ആവശ്യമില്ലല്ലോ. ഓഫാക്ക്. അടുത്തത് മാറുമ്പോൾ ഓണായിക്കോക്ക്. ഇത് സാധനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ടാർപ്പണം കൊണ്ട് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ടെൻറ്റ് നമ്മൾ സെറ്റാക്കിയതായി. അപ്പോൾ ടെൻറ്റിൻ്റെ അകത്ത് നമ്മൾ ഓരോരോ സാധനം കയറ്റാണ്ടേന്. ഇതാണ് നമ്മുടെ മുകളിൽ കുക്കിങ്ങിൻ്റെ ഐറ്റം. ആ ഒരു തുണി ഉണ്ടായിട്ടാണ്, അതെന്തായി ഒരു തുണി ഞാൻ എക്സ്ട്രാ ഇട്ടുണ്ടായില്ല. ആ പൂച്ച നേരത്തെ സീറ്റിൻ്റെ മാന്തിയില്ലേ, ഇത് വിട്ടോ ഇടാൻ.
ഇതിട്ടില്ലെങ്കിൽ ടെൻറ്റ് നമ്മൾ അങ്ങോട്ടോട്ട് പോകുമ്പോൾ പറന്നു പോകും. ആ പറന്നു പോകും. സംഭവം നീ വലിച്ചിട്ട് ഇങ്ങനെ കുത്തണമായിരുന്നടാ. മഞ്ഞ് കറി മഞ്ഞ് കാണിച്ചു തരാം. ഇപ്പം ഇവനെ കാണത്തില്ല. വാഴ മുള്ള മരം അപ്പം ചിങ്കടി കുറുക്കട. ഈ മരത്തിൻ്റെ അടിയിലാണ് മരത്തിൻ്റെ അടിയില്ല, മരത്തിൻ്റെ സൈഡായിട്ടാണ് ടെൻ്റ് ഇട്ടിട്ടുള്ളത്. അത് സെറ്റാ? ആ മതി. ഓക്കെ, നമുക്ക് ഈ സംഭവം സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡാക്കുന്നത് ചെറിയതായിട്ടൊന്നല്ല, ഇത് ബ്രേക്ക്ഫാസ്റ്റ് 2 മണിക്കൂർ ഇവിടെ എത്തിയിട്ട്. മഞ്ഞ് പോകുന്നുണ്ട്, ഏത് പോക്ക് കാറ്റിൽ കൊണ്ടുവന്നത് ഇതൊക്കെ കൊടുത്തു. അയച്ചതാ ഏതാ അതവിടെ വെച്ചിട്ടേക്ക്. ഫുഡ് റെഡിയാക്കാൻ സാധനം എടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ്, ചപ്പാത്തി, ബണ്ണ്, എല്ലാ സാധനം, മുട്ട റെഡിയാക്കും. ഗുമ്മിനെ ലൈറ്റ് വെക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നഗറ്റ്സും ബ്ലാക്ക് ടീ. ഇത് നൈറ്റ് ഉണ്ടാക്കും. ചപ്പാത്തി, മുട്ട റോസ്റ്റ്. അത് വെച്ചുകൊണ്ട് അമ്മ നൽകും. ചായ റെഡി. പുറത്ത് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് മുകളിൽ. നീ പിടിച്ചോ. പക്ഷെ പുറത്തത്തെ ഷൂട്ടൊന്ന് കാണിച്ചിട്ട് അത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഏതൊന്ന് ജസ്റ്റ് ഒന്ന് ഡിഷ് വരെ നടത്താൽ മതി. ഓക്കെ, എണ്ണ സാധനം ഇപ്പം എന്തായെന്നറിയാലോ ഇതിപ്പോൾ.
പുറത്ത് നല്ല മഞ്ഞുണ്ട്. അപ്പം സംഭവം എന്താ ചട്ടിയില്ല, പറ്റുമെങ്കിൽ ഒന്ന് പുറത്ത് വെച്ച ചട്ടി ഇത് ഞാൻ പഠിക്കാം. എണ്ണ മറിക്കട അപ്പോൾ പട്ട് വേണ്ടത് അവിടെ ഒഴിക്കാം. ചിന്തട ആടനോ ചട്ടി ആടന് പുറത്തന്നെ നോക്ക് വേണ്ട ഉള്ളിൽ ആടിങ്ങനെ നോക്കാം, ഇങ്ങനെ കഴിക്കാം. ഞാൻ ഫുഡ് ഉണ്ട് ഉണ്ടാക്കിയത് സെറ്റ് ആയിട്ടാ അടിപൊളി. ക്രഞ്ചി ആയിട്ടുണ്ട്, ക്രഞ്ചി. ഒരു ഉറക്കല കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുണ്ടല്ലോ നമ്മൾ കാണാൻ. ഉറങ്ങുന്ന സമയത്ത് നല്ല കാറ്റും നല്ല സൗണ്ട് എടുക്കുന്നുണ്ടായിരുന്നു. മഞ്ഞ് പോയി, നല്ല മഞ്ഞുണ്ടാവും. നല്ല മഞ്ഞ് വേണ്ട, നല്ല തണുപ്പ്. അങ്ങോട്ട് ആ മലയിൽ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. ആ ഇവിടുത്തെ നാട്ടുകാരൊന്നും കഴിഞ്ഞ ഉറക്ക കഴിഞ്ഞാ പാരിസ് കുളിക്കാൻ കയറി. അല്ല വെള്ളം ഇപ്പോൾ ചായൻ്റെ പാത്രം വെള്ളം കഴുകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല, ഗ്ലാസ് എല്ലാം ഒന്ന് കഴുകാന്ന് വിചാരിച്ച്. എന്തായാലും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നല്ല വെള്ളത്തിൽ കഴുകും. ഇത് നല്ല വെള്ളമല്ലേ, അത് പോകുന്നു. എന്തോ ചായപ്പൊടി ചായപ്പൊടിയല്ല പോവാം. അപ്പോൾ ഞങ്ങൾ ഒന്ന് നാടൊന്ന് കറങ്ങിയിട്ടല്ല ചായയെല്ലാം കുടിച്ചിട്ട് ഉറക്കലിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മഴ നല്ല കാറ്റുമഴ. കാട്ടുമഴ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പോൾ കാലിക്കോടെ മഞ്ഞ് മാത്രമേ ഉണ്ട്. മഴ പോയി. നടന്നിട്ട് അങ്ങോട്ടൊന്ന് കണ്ടിട്ടല്ല വരും. നല്ല തണുപ്പുണ്ടാവാ. ടെൻറ്റുള്ള സ്പോട്ട് എന്താ ടെൻറ്റുള്ള ശീല കാണുന്നില്ല, ഫുൾ ഫോഗായിട്ട് കാണുന്നുണ്ടാവുമല്ലേ. അപ്പോൾ ടെൻറ്റിൻ്റെ പുറത്ത് സ്റ്റൗ സെറ്റാക്കാൻ പാടില്ല. അപ്പോൾ ലെവലുള്ളൊരു കല്ല് വേണം. അപ്പോൾ കല്ല് നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കല്ലെടുക്കാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് വാ, നമ്മൾ കല്ല് കിട്ടിയിട്ടുണ്ട്. കല്ല് ലെവൽ എന്നൊരു കല്ല് വേണം. അതാ ഇങ്ങനെ തന്നെ ലെവൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നേരെ വെക്കാമല്ലോ. എത്ര വീതിയുള്ളതാ അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ കല്ല് കെട്ടി ഒന്നല്ല രണ്ട് സെറ്റായി. ഇതെല്ലാം ഉണ്ട്. നല്ല കോൾഡ് അല്ലേ. നാരങ്ങ. നാരങ്ങ നാരങ്ങടാ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫുഡ് ആക്കുന്നത് നമ്മൾ പുറത്താണ്. മഴ വരാലാന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും വീണ്ടും മഞ്ഞ് വന്ന് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. നമ്മളെ പഠിച്ചോ.
അങ്ങനെ ഗൈസ് ഇതാ ഫുഡാക്കാൻ സെറ്റാക്കുന്നുണ്ട് സാധനം മുറിക്കാൻ. ഇപ്പോൾ ഏകദേശം 5 മണിയായി. നമ്മൾ ഫുഡ് ആക്കണം രാത്രിയത്തേക്കടെ. കണ്ണീന്ന് വെള്ളം വന്നാൽ തന്നെ ഇത് ഇതിൻ്റെ അകത്ത് വെച്ചെങ്കിലേ നീ പോഞ്ഞോളുണ്ടാവും. അങ്ങനെ ഇപ്പോൾ സാധനമല്ല ഉള്ളിയെല്ലാം മുറിച്ചിട്ടെല്ലായി എല്ലാം സെറ്റായി. മുട്ട പുഴുങ്ങാനിടുന്നതാണ്. പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചാണ്. നോക്കുമ്പോൾ നല്ല മഴ വരുന്നുണ്ട്, നല്ല കാറ്റ്. ചെരുപ്പിന് തട്ട, നിന്റെ ചെരുപ്പിൻ്റെ തട്ട കയറിയിട്ടുണ്ട്. മറ്റേ ചോന്ന കളറ് മുട്ട വെന്ത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കല്ലേ ഗൈസ്. അങ്ങനെ മഴ കുറച്ച് കുറഞ്ഞ് വൻ കാറ്റായിരുന്നു. വൻ കാറ്റ് വൻ മഴയായിരുന്നു. അങ്ങനെ കാറ്റ് വന്നുകൊണ്ട് മഞ്ഞിനെ കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഞാനിത് നീ അത് സെറ്റാക്കി. ഞാനിവിടെ വയറൊന്ന് സെറ്റായിക്കോട്ടെ. വയർ ഫുള്ള് ഇളയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കഴിക്കാം. അങ്ങനെ മുട്ട റോസ്റ്റ് റെഡി. 5 മിനിറ്റിൽ മുട്ട റോസ്റ്റ്. ഓക്കെ, അങ്ങനെ മുട്ട റോസ്റ്റ് റെഡിയായി. മുട്ട റോസ്റ്റ് നമ്മളെ കർണാടക ടൈപ്പ് മുട്ട റോസ്റ്റാണ് റെഡിയാക്കിയത്. ചെറിയൊരു ഡെക്കറേഷൻ ലൈറ്റ് അത് സെറ്റാക്കിയിട്ടുണ്ട്. ലോങ് വ്യൂ കിട്ടാമല്ലോ, അല്ല ലൈറ്റ് കിട്ടാമല്ലോ രാത്രി എന്തെങ്കിലും വരുന്നുണ്ടെന്നെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ലെങ്ത് ആക്കിയിട്ട്. അത് ബാക്കി ലൈറ്റെല്ലാം ഉണ്ട്, അതിൽ ഓണാക്കേണ്ട അത്ര. കുറച്ചുകൂടി ഇരുട്ടായിട്ട് ഇല്ല, നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടാമല്ലോ, അതാണ്. യെസ്, പിന്നെ കൈക്ക് ചട്ടി മുട്ടിക്കല്ലേ. അത് കവണം, കഴുകിയിട്ട് വരാം. അത് വരും അങ്ങനെ വരും. തിരിക്കാനൊന്നുമില്ല, ഒറ്റ വരും, കടിച്ചു വലി അന്നെങ്കിൽ വരും, എല്ലാവരും വരില്ല. യെസ്, വെക്കുമ്പോൾ ഈ കട്ടിങ് നോക്കാം. വെക്കുമ്പോൾ ഫസ്റ്റ് ഇവിടെ ഫുള്ള് പ്രസ്. യെസ്, സെറ്റ്. അങ്ങനെ ലാസ്റ്റത്തെ സിലിണ്ടറാണ്. ഞാനിത് തരുന്നെങ്കിൽ പുതിയ മേടിക്കണം. കഴിഞ്ഞ് 5 വാങ്ങി, 5-6 വാങ്ങി. 5. നീ ആ ടെൻറ്റിനകത്തുള്ള ലൈറ്റ് ഇട്ടിട്ട് അതാണ് തോന്നുന്നത് ഇരുട്ട് കാണുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളെ ലൈറ്റെല്ലാം ഫുള്ള് ഓൺ ആക്കിയിട്ടില്ല, 2-3 ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലോങ് നിന്ന് കാണുന്ന വ്യൂ ഇതാണ്. കുക്കിങ്ങിൻ്റെ ആൾമാരി ഇൻപോർട്ടിങ് ഔട്ട്പുട്ടിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ബംഗാളിൻ്റെ ഇരുന്നിട്ട് നോക്കല്ലോ, ഒറ്റക്കാലം ഉള്ളിലൊറ്റക്കാലം പുറത്ത്. ടെൻറ്റിൻ്റെ ഡിഫറെൻ്റാ ലൈറ്റ്. ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. എന്താ ചപ്പാത്തി ആവോ? ഇനി 3 ഉണ്ട്. 3 ഉണ്ടാ? അതുകൂടി കഴിഞ്ഞ സംഭവം റെഡി. മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ ബാക്കിൽ, നോക്ക്. നെക്സ്റ്റ് എന്ത് ഫുഡ്? ഫ്രഞ്ച് ഫ്രൈസും കൂടി ഉണ്ടാക്കാണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമ്മളൊരു ഉറക്കമുണ്ട്. പിന്നെ രാവിലെ അടിച്ച് ഒറ്റ പോക്കാണ്. രാവിലെ ചായ കുടിക്കുന്നത് വേണ്ടേ?
ചവിടിക്കുന്ന വേണ്ട നമ്മൾ ഫോണ് ട്രൈപ്പോഡ് എടുത്ത് നേരത്തെ വീണ് കാറ്റിന്. അതിൽ ഫോണിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കയറിയാന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ചപ്പാത്തി റെഡി. ഏക്ക് മേര ഏക്ക് ദേര പ്ലേറ്റ് ഗൈസ്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ 2 ചപ്പാത്തി എത്ര 4-5 ഉണ്ടാക്കിയിട്ടുണ്ടാവല്ലോ ചപ്പാത്തി. ഞാൻ 5 ഉണ്ടാക്കിയതാ. 5 ഉണ്ടാക്കിയത് ഒന്നിന്റെ പോന്നതാ. തിളങ്ങുന്നതാണ് ചപ്പാത്തി. ഇതൊക്കെ എന്താണ് ഉണങ്ങി വിറക. ഞാൻ ഉണ്ടാക്കിയതാണ് അടിപൊളി. ഓക്കെ, അപ്പം നമ്മളിത് ഒന്ന് തിന്നിട്ട് മുട്ട റോസ്റ്റ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത്രയുണ്ട്. ഇങ്ങോട്ട് പോകാനുണ്ട്, അതുകൊണ്ട് അവൻ സ്പീഡാക്കി തോന്നുന്നു അല്ലേ. നമ്മളെ ടെൻറ്റ് തിളങ്ങുന്നൊക്കെ കാട്ടിലൊരു മൈന. സ്പൂൺ എടുത്താ കുറച്ച് റെസ്റ്റെല്ലാം എടുത്തിട്ട് അടുത്ത മഴക്കുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നു. കാറ്റുണ്ട്. ടെൻ്റൊക്കെ ഇതാ ആടുന്നുണ്ട്. നല്ല കാറ്റുണ്ട്. നമ്മൾ സാധനം മറ്റേ നേരത്തെ ഉണ്ടായ ലൈറ്റ് ഇതിലുണ്ട്. ആ ലൈറ്റൊക്കെ വായിച്ചു വെച്ച്, പിന്നെ 3 ലൈറ്റുള്ളത് 2 ലൈറ്റാക്കി, പിന്നെ സാധന ലേകശം കുറച്ച് ഐറ്റം എല്ലാം പാക്ക് ആക്കിയിട്ട് വെച്ച്. നമുക്ക് 2 ചെയർ, ടെൻറ്റ്, പിന്നെ ഈ ടാർപ്പാള, പിന്നെ ഇത് മാത്രമേ എടുത്തൊരു വണ്ടിയിൽ വെക്കാനുള്ളൂ. ബാക്കിയെല്ലാം ആയി. പിന്നെ സ്റ്റൗ അതുണ്ട്. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അതൊന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊന്ന് അടിച്ചിട്ട് ലൈറ്റായിട്ടൊരു കട്ടൻ അടിച്ചിട്ട് ഒരു ഉറക്കടാണ്ട്. ഇപ്പോൾ ഉറങ്ങിയിട്ട് അടിച്ചതാണ്. എന്നാലും കയറി കാറ്റ് എന്താ സൗണ്ട് ആകുന്നുണ്ട്. മറ്റേ ആ മരം ഉണ്ട്, അത് ഇങ്ങോട്ടൊരു മരമുണ്ട്, മറ്റേ സൗണ്ട് വരുന്ന കാറ്റാടി മരം. അതുതന്നെ സൗണ്ട് ആക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടി അല്ലടാ. അത് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് തണുപ്പ് കൂടി. കാട്ടുപോത്ത് വരാതിരുന്നാ മതി മകനെ. കാട്ടുപോത്ത് മഴക്കെന്തായാലും വരില്ലെന്ന് തോന്നുന്നില്ല, മഴയല്ല. നമ്മൾ മാത്രമുണ്ട് കാട്ടിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്. നമ്മളെ ലൈറ്റ് നമ്മൾ 2-3 കുറച്ച്, ഇപ്പോൾ 1 ഉള്ളൂ. 3-ൻ്റെ 1. സത്യം. യെസ്. അപ്പം നമ്മളെ ലൈറ്റെല്ലാം ഈ ടാർപ്പാള നല്ല ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ലൈറ്റ് ടാർപ്പാളിൻ്റെ അടിയിൽ തീർന്നു. ഇതിലാണ് കട്ടിയിട്ടുണ്ടായത് നൂല്. അപ്പോൾ ലൈറ്റിൻ്റെ ആ മോഡോ ഇതിൻ്റെ ഈ പെട്ടി അങ്ങനെ 2 ഒരു താഴെ വേണം. എന്നിട്ടിപ്പോൾ ഞങ്ങൾ ഊരി വെച്ച് ഇനി നമ്മൾ ഉറങ്ങാൻ പോയാണ്. 3 മണി. കോടക്കാരി ഫുള്ള്. ലൈറ്റർ എന്താക്കി ഇപ്പോൾ കിടക്കാൻ പോകുന്നുണ്ട്. എന്ത് തണുപ്പുറാ പുറത്ത്. ഗുഡ് നൈറ്റ്. ലൈറ്റ് ഓഫ് ആക്കല്ലേ.
ഓക്കെ മഴ വന്നു.